പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില, മാർക്കറ്റ് പ്രൈസ് അഥവാ പരസ്യ വില, പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റും ഡിസ്കൗണ്ടും, അതായത് ലാഭവും കിഴിവും, ഇത് നാലും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഇക്വേഷൻ എന്താണെന്നും അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇക്വേഷനിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില CP എന്നും മാർക്കറ്റ് പ്രൈസ് അഥവാ പരസ്യ വില നമ്മൾ MP എന്നും കൊടുക്കാം. ആൻഡ് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് P%, അതായത് ലാഭ ശതമാനം P% എന്നും അവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ്, കിഴിവിന്റെ ശതമാനം D% എന്നും നമുക്ക് കൊടുക്കാം. അതായത് നമ്മളൊരു കാര്യം വിൽക്കുന്ന സമയത്ത് അവിടെ വാങ്ങിയിരിക്കുന്നത് CP എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസിലും അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് പരസ്യം ചെയ്തിരിക്കുന്ന വില MP എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസും ആണ്. അതിൽ നമുക്ക് കിട്ടുന്ന ലാഭ ശതമാനം P%, കിഴിവ് കൊടുക്കുന്നത്, അതായത് മാർക്കറ്റ് പ്രൈസിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന കിഴിവിന്റെ ശതമാനം D% ആണെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ അഥവാ ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് CP/MP is equal to 100 minus D divided by 100 plus P ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ബൈ മാർക്കറ്റ് പ്രൈസ് അഥവാ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയും മാർക്കറ്റ് പ്രൈസ് പരസ്യ വിലയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 100 മൈനസ് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് വാല്യൂ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് വാല്യൂ ആണ്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The market price of a jacket is ₹1050. The shopkeeper earns a profit of 25% even after giving a discount of 10%. At what cost did the shopkeeper purchase it? ഒരു ജാക്കറ്റിന്റെ പരസ്യ വില 1050 ആണ്. കടയുടമ 10% കിഴിവ് നൽകിയിട്ടും 25% ലാഭം നേടുന്നു. കടയുടമ എത്ര വില കൊടുത്താണ് ജാക്കറ്റ് വാങ്ങിയത്? എത്ര വില കൊടുത്താണ് വാങ്ങിയത് എന്ന് പറയുന്നത് അവിടെ വാങ്ങിയ വിലയല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. മാർക്കറ്റ് പ്രൈസ് അഥവാ പരസ്യ വില നമുക്ക് തന്നിട്ടുണ്ട് 1050 രൂപയാണ്. അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന കിഴിവിന്റെ ശതമാനം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്കറിയാം 10%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അഥവാ ലാഭ ശതമാനം 25%. അതായത് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? CP/MP is equal to 100 minus D divided by 100 plus P അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ. നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 1050 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. അപ്പം CP/1050 ദാറ്റ് ഈസ് ഈക്വൽ ടു D അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 10% എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 100 മൈനസ് 10 ഡിവൈഡഡ് ബൈ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 25 അല്ലെങ്കിൽ 25%. അപ്പം 100 പ്ലസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 100നോട് 10 മൈനസ് ചെയ്താൽ 90 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 125. അതായത് നമുക്കിപ്പോൾ ഇക്വേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് CP/1050 ഇസ് ഈക്വൽ ടു 90/125 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ CP ആയതുകൊണ്ട് തന്നെ CP മാത്രം ഇവിടെ വെച്ചിട്ട് 1050നെ നമ്മൾ ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. നമുക്കറിയാം താഴേന്ന് ഈക്വൽ സൈന് കടന്ന് നമ്മൾ പോകുന്ന സമയത്ത് എവിടേക്ക് പോവും? ഇയാൾ മുകളിലോട്ട് പോവും അല്ലേ. അതായത് CP is equal to 90/125 into 1050. അപ്പം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 25നെ എനിക്ക് 125ൽ കട്ട് ചെയ്യാലോ. 125ൽ 25 എത്ര തവണ പോവും? 5 തവണ പോവും. 1050ൽ 100ൽ 25 4 തവണ, ബാക്കി റിമൈൻഡർ 5. 50ൽ 2 തവണ, 5 90ൽ 18 തവണ. അപ്പം ഫൈനൽ ആൻസർ വരേണ്ടത് 18 × 42 ആണ്. അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ നമുക്ക് കിട്ടുക 756 ആയിരിക്കും. അതായത് ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 756 രൂപയായിരിക്കും.
അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഇതിൽ ആരെങ്കിലും ഒരാളെ തന്നു ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേയാൾ, അതായത് കോസ്റ്റ് പ്രൈസ് തന്നിട്ട് മാർക്കറ്റ് പ്രൈസ് കാണാനാണെങ്കിലും മാർക്കറ്റ് പ്രൈസ് തന്നിട്ട് കോസ്റ്റ് പ്രൈസ് കാണാനാണെങ്കിലും ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ മെർച്ചന്റ് പർച്ചേസ്ഡ് an item for rupees 1500. How much should he mark on the item to earn 20% profit after allowing 20% discount? ഒരു വ്യാപാരി 1500 രൂപക്ക് ഒരു വസ്തു വാങ്ങി. 20% കിഴിവ് അനുവദിച്ചതിന് ശേഷം 20% ലാഭം നേടാൻ അയാൾ ആ വസ്തുവിന് എത്ര പരസ്യവില അടയാളപ്പെടുത്തണം? അതായത് എന്തൊക്കെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആ വസ്തു വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട്. 1500 രൂപക്കാണ് വസ്തു വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവിന്റെ ശതമാനം 20ആണ്, 20%. അതേപോലെ ഇയാൾക്ക് കിട്ടേണ്ട ലാഭം എന്ന് പറയുന്നത് 20% അല്ലെങ്കിൽ 20%. അതായത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അതേപോലെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? പരസ്യവില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം CP/MP is equal to 100 minus D divided by 100 plus P ആണ്. ഇതിൽ നമുക്കറിയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് 1500 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എനിക്കറിയില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് D എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 120 വരും. നമുക്കിതിൽ 80ലും 120ലും കോമൺ ആയിട്ട് 40 കട്ട് ചെയ്ത് പോവില്ലേ? 80ൽ 40 2 തവണ പോവും, 120ൽ 40 3 തവണ പോവും. അതായത് 1500 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2/3 ആണ്. ഇതിൽ നമുക്ക് കാണേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. അപ്പം മാർക്കറ്റ് പ്രൈസിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ടും കൊണ്ടുപോകും. ഈ 2/3 ഞാൻ നേരെ മറിച്ചിങ്ങോട്ടും കൊണ്ടുവരും. അതായത് 1500 ഈ 2/3 അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഭിന്ന സംഖ്യകൾ നമ്മൾ ഈക്വൽ സൈനിന്റെ എതിർ സൈഡിലോട്ട് പോകുന്ന സമയത്ത് അതിന്റെ വ്യുൽക്രമമായി മാറാറുണ്ട്. അതായത് 2/3 എന്തായിട്ട് മാറും? 3/2 ആവും. ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 1500 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ 1500 750 തവണ പോവും. 750 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2250 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഇനി ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 64% ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്. Find the profit percentage obtained after giving a discount of 4%. ഒരു വസ്തുവിന്റെ വാങ്ങിയ വില പരസ്യ വിലയുടെ 64%. ഈ വസ്തുവിന് 4% കിഴിവ് നൽകിയതിനു ശേഷം ലഭിക്കുന്ന ലാഭശതമാനം കണ്ടെത്തുക. പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പം ഇതിലെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു വസ്തുവിന്റെ വാങ്ങിയ വില പരസ്യ വിലയുടെ 64%. അതായത് വാങ്ങിയ വിലയും പരസ്യ വിലയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ, ശതമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ 4% കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജും കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാഭശതമാനം, പിയുടെ വാല്യൂ അല്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പിയുടെ വാല്യൂ ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇവിടെയും നമ്മൾ അതേ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത്, അതായത് CP/MP is equal to നമുക്കറിയുന്നത് 100 മൈനസ് D, അതായത് കിഴിവിന്റെ ശതമാനം ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് വാല്യൂ P ആണ്. ഇനി നോക്കിക്കേ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു വസ്തുവിന്റെ വാങ്ങിയ വില പരസ്യ വിലയുടെ 64%. വാങ്ങിയ വില എന്ന് പറയുന്നത് CP ആണ്. ആ CP എന്ന് പറയുന്നത് പരസ്യ വില അഥവാ മാർക്കറ്റ് പ്രൈസിന്റെ
64% നമുക്ക് എങ്ങനെ എഴുതാം? 64/100 എന്ന് എഴുതാം അല്ലേ? 64% എന്ന് പറഞ്ഞാൽ 64/100 ആണ്. ഇതിൽ ഈ മാർക്കഡ് പ്രൈസ് ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? സി പിയുടെ താഴത്തോട്ട് പോവല്ലേ? അതായത് CP/MP is equal to 64/100 ആണെന്ന് നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നിരിക്കുന്ന ആ ഒരു വരിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു CP/MPയുടെ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം ഞാനിവിടെ CP/MPക്ക് പകരം 64/100 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്, ഡിവൈഡഡ് ബൈ 100 പ്ലസ് പിയുടെ വാല്യൂ എനിക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ദാ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? പീനെ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 64 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് 100 മൈനസ് 4 96 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പി ആണ്. ഇവിടെ ഈ ഈക്വൽ സൈനിൽ രണ്ട് ഭാഗത്തുള്ള ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 64ലും 36ലും കോമൺ ആയിട്ട് 32 ഉണ്ട്. രണ്ട് പേരെ നമുക്ക് 32 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 64ൽ 32 2 തവണ, 96ൽ 3 തവണ. വീണ്ടും നമുക്ക് 2നെ കൊണ്ട് 100നെ കട്ട് ചെയ്യാലോ, 50 തവണ. അതായത് 1/50 is equal to 3/100 പ്ലസ് പി എന്ന് കിട്ടും. സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണേ. അതായത് 1നെ 100 പ്ലസ് പി കൊണ്ടും 3നെ 50 കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? അപ്പം 100 പ്ലസ് പി ഇസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നാൽ 100 പ്ലസ് പി ഇസ് ഈക്വൽ ടു 50 ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 50 × 3 150 ആണെന്ന് കിട്ടും. അതായത് പി ഈസ് ഈക്വൽ ടു, പീനെ മാത്രം ഇവിടെ വെച്ചിട്ട് 100 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. പി ഈസ് ഈക്വൽ ടു 150 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആണെന്ന് കിട്ടും. ഈ 50 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് വാല്യൂ ആണ്. പി 50% ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ ഗ്രൂപ്പ് ടിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ഇതേപോലെയുള്ള ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ഏപ്രിൽ 23 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം.